ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. സോ ഓരോ സോഡിയാക് സൈനിന്റെയും ഒരു മെസ്സേജ് ആണ് നമ്മളിവിടെ വായിക്കുന്നത്. സോ ടു സ്റ്റാർട്ട് വിത്ത്, ആദ്യം തന്നെ നമ്മൾ അക്വാരിയസ് ആണ്. ജനുവരി 20th ടു ഫെബ്രുവരി 18th ഈ ഒരു സമയത്താണ് നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അക്വാരിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരാഴ്ചത്തെ സന്ദേശം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കാം. അക്വാരിയസ് ഫസ്റ്റ് നിങ്ങളുടെ കാർഡ് അക്വാരിയസ് സാക്ക് സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. സോ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ചേർന്നിട്ട് മുന്നോട്ടേക്ക് പോകാൻ. നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് എല്ലാം അറിയാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കാൾ താഴ്ന്നതാണ് എന്നുള്ളൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോവാതിരിക്കുക. ഇനി നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ അല്ലെങ്കിൽ കൂടിയും ഈ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന കാര്യം അത് ജന്മന അല്ലെങ്കിൽ ചില ആളുകളിൽ ഉണ്ടായി വരുന്നതാണ്. ചുറ്റുപാടും സാഹചര്യം ഒക്കെ കൊണ്ടിട്ട് വളർന്നു വന്ന സാഹചര്യം പലതുമാവാം. അതിന് ആ വലിയൊരു പൊസിഷനിൽ ഇരിക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് മലയാളികൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന് പൊതുവെ പറയാറുണ്ട്. അതിന് ഏത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ മറ്റുള്ളവരോട് കുറച്ച് എല്ലാവരോടും ഒരുപോലെയുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് പെരുമാറുക. ഏതൊരു കാലഘട്ടത്തിലായാലും ഏത് സാഹചര്യത്തിലായാലും എങ്ങനെയാണെങ്കിലും ഒരു കോപ്പറേഷൻ എല്ലാവരോടും ഒന്നിച്ചു ചേർന്നിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെയും ചിന്തകൾക്കും എല്ലാവരുടെയും ഫീലിങ്സിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ട് വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. നിങ്ങളും ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ മറ്റുള്ളവരും ഒരു ഇൻഡിവിജ്വൽ ആണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകും. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് പൈസസ്, അതായത് ഫെബ്രുവരി 19 ടു മാർച്ച് 20th വരെയുള്ള സമയത്താണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളതെങ്കിൽ പൈസീസ് ആണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈസസ് ഫുൾ സ്പിരിറ്റ് ആണ്. പൈസസ് എനർജി ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഒരു എല്ലാത്തിനെയും ഒരു വാർണിംഗ് ആയിട്ട്, അതായത് എല്ലാത്തിനും ഒരു കോഷ്യസ് ആയിട്ടാണ് കാണുന്നത്. എല്ലാത്തിനോടും ഒരു ജാഗ്രത അമിതമായിട്ടുള്ള ഒരു ജാഗ്രത പുലർത്തുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സാഹചര്യങ്ങൾ കൊണ്ടിട്ടാവാം. എന്തായാലും ജാഗ്രത നല്ലൊരു കാര്യമാണ്, പക്ഷെ ഓവറായിട്ട് എല്ലാത്തിനെയും ഒരു സംശയക്കണ്ണോട് കൂടിയിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് വേണ്ടിയിട്ട് പറയാനുള്ളത്. കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. എല്ലാത്തിനെയും ഒരു സംശയത്തോടെ കാണേണ്ട ജീവിതം ഒരു അരക്ഷിതാവസ്ഥ ജീവിതത്തിൽ തോന്നേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് സാഹചര്യങ്ങളിൽ നെഗറ്റിവിറ്റി വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതിനുള്ള ജ്ഞാനവും വിവേകവും വിദ്യാഭ്യാസവും ചില ആളുകൾക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൈമുതലായിട്ടുള്ള നിങ്ങൾ ഇത് വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വയം മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഓവർ കോഷ്യസ് ആവേണ്ട, ഓവറായിട്ട് ജാഗ്രത പുലർത്തേണ്ട, പക്ഷെ വേണ്ടുന്നിടത്ത് മാത്രം ജാഗ്രത പുലർത്തിക്കൊണ്ട് ജീവിതം ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഏരീസ് ആണ്. അതായത് ഏരീസ് ആണ് നിങ്ങളുടെ സോഡിയാക് സൈൻ. അതായത് മാർച്ച് 21 മുതൽ ഏപ്രിൽ 19 വരെയുള്ള സമയമാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരാഴ്ചക്കാലത്തെ മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം. വീവർ എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, അതായത് ലാസ്റ്റ് നിങ്ങൾ ഏത് സമയത്താണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് ചിന്തിച്ചിട്ടുള്ളത്. അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണാൻ മറന്നുപോയി. നമ്മൾ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എവിടേക്കോ നിങ്ങൾക്ക് എന്തോ സങ്കടങ്ങളുണ്ട്, നിങ്ങൾ ജീവിക്കാൻ മറന്നുപോയി എന്നുള്ളത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഡ്രീം, നിങ്ങൾ സ്വപ്നം കാണുന്നത് ഒരിക്കലും നിർത്താതിരിക്കുക. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും ഇനി അങ്ങോട്ടേക്ക് എൻ്റെ ജീവിതം തീർന്നു എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണുക, ജീവിക്കാൻ ഒരിക്കലും മറന്നുപോകരുത്. നിങ്ങളുടെ എനർജി ഫയർ എനർജിയാണ്. ആ ഒരു അഗ്നി, നിങ്ങളുടെ ഉള്ളിലുള്ള തീ ഒരിക്കലും കെട്ടുപോകാതിരിക്കുക. ഡെയർ ടു ഡ്രീം ബിഗ്. സ്വപ്നങ്ങൾ കാണുക, വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. സ്വപ്നങ്ങൾ കണ്ടാലേ അത് സാധിച്ചെടുക്കാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് അടുത്തതായിട്ട് ടോറസ് എനർജിയാണ്. ഏപ്രിൽ 20 മുതൽ മാർച്ച് 20 വരെയുള്ള സമയം നിങ്ങളുടെ ഈ ഒരാഴ്ചക്കാലം എങ്ങനെയാണെന്ന്, ടോറസ് സോഡിയാക് സൈനിലുള്ളവർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ടോറസ് അഗെയിൻ സ്റ്റാഗ് എനർജിയാണ്. ഇവിടെ സ്റ്റാഗ് എനർജി നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങളും
എന്താണോ മുന്നോട്ടേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ടേക്ക് പോവുക ധൈര്യമായിട്ട്. കാരണം നിങ്ങൾക്കൊരു മടി, ഒരു മുന്നോട്ടേക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇതൊക്കെ വേണം, ഇതൊക്കെ നേടാനുള്ള ആഗ്രഹമുണ്ട്, മനസ്സിൽ വലിയ വലിയ പൊസിഷനിലൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്താൽ മാത്രമാണ് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലെ ചിന്തകൾ പെട്ടെന്ന് ഡിസ്മിസ് ചെയ്ത് കളയും ആ ചിന്തകളൊക്കെ. ബിക്കോസ് നിങ്ങൾക്കത് കാണാൻ പറ്റും, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ അതിന്റെ ഏറ്റവും അറ്റത്തെ കാര്യമല്ല നോക്കേണ്ടത്, നെക്സ്റ്റ് തൊട്ടടുത്തുള്ള സ്റ്റെപ്പിലേക്ക് നോക്കുക. ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എവിടെയാണോ അവിടെ എങ്ങനെ എത്തുമെന്ന് ആലോചിച്ച് നമ്മൾ പെട്ടെന്ന് ക്ഷീണിതരായി പോകും. അങ്ങനെയല്ല, മറിച്ച് എന്താണ് ചെയ്യേണ്ടത്, നമ്മളെ തൊട്ടടുത്തുള്ള സ്റ്റെപ്പ് എന്താണോ ആ സ്റ്റെപ്പിലേക്ക് എത്താനല്ല ദൈർഘ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. താങ്ക് യു. ഇനി നമുക്ക് ജെമിനായി എനർജി, അതായത് മെയ് 21 ടു ജൂൺ 20 വരെയുള്ള സമയത്തെ ഒരാഴ്ചത്തേക്കുള്ള ജെമിനായുടെ റീഡിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആന്റിലോപ്പ് എനർജിയാണ്. സോ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോൾ സമയം തുടക്കമാണ്. ഒത്തിരി ദൈർഘ്യം, ഇനി ഒത്തിരി മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു അവസരവും സാധ്യതയും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ തെളിയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്നത് സ്പീഡല്ല വേണ്ടത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ വരേണ്ടത് എന്താണ്, ടേർട്ടിൽ എനർജി അല്ലെങ്കിൽ ടോർട്ടോയ്സ് എനർജിയാണ് വേണ്ടത്. അതായത് പതുക്കെ പതുക്കെ പോവുക. ധൃതി തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങുന്ന സമയത്ത് ധൃതി പിടിച്ച് ഓടാതിരിക്കുക. നിങ്ങൾ മുന്നോട്ടേക്ക് പോകും തോറും സ്പീഡ് കൂടി വരും. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്പീഡായിട്ട് മുന്നോട്ടേക്ക് പോകാം. ഇപ്പോൾ ധൃതി പിടിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട സമയമല്ല. കാരണം ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് പതുക്കെ മുന്നോട്ടേക്ക് പോകേണ്ടുന്ന സമയമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ധൃതി പിടിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതല്ല ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ പ്ലാനിങ് ഫേസിലായിരിക്കും. ഇപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ റിസൾട്ടിലേക്കാണ് നോക്കുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ പ്ലാൻ ചെയ്യുക, അതിനനുസരിച്ചിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ പ്ലാനിങ് ഫേസിൽ ധൃതി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെയുണ്ട്. മുന്നോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആന്റിലോപ്പ് എനർജി, അതായത് ഈ ഒരു മാനിന്റെ പോലെ കുതിച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതിനർത്ഥം ഇപ്പോഴേ അങ്ങനെ പോകണം എന്നുള്ളതല്ല എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ക്യാൻസർ, നിങ്ങളുടെ സോഡിയാക് സൈൻ ക്യാൻസർ, അതായത് ജൂൺ 21 മുതൽ ജൂലൈ 22 വരെയുള്ള ക്യാൻസർ ആണ് നിങ്ങളുടെ സോഡിയാക് സൈൻ എങ്കിൽ ഈ ഒരാഴ്ചത്തേക്കുള്ള നിങ്ങളുടെ മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം. സ്വാൻ എനർജിയാണ്. വളരെ അതായത് ഒത്തിരി ചിന്തിക്കുന്ന സമയമാണ്. നിങ്ങൾ വളരെ ആഴത്തിൽ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതാണ്. അതായത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ലൈഫിനെ അങ്ങ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ, ജീവിതത്തെ ഞാൻ എങ്ങനെ നോക്കിക്കാണും, അതായത് വളരെ താത്വികമായിട്ടുള്ള ഒരു അവലോകനം എന്നൊക്കെ നമ്മൾ പറയുന്നല്ലോ. വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊക്കെ ഭയങ്കര ചിന്തകളും കാര്യങ്ങളൊക്കെയാണ്. ഇടയ്ക്കൊക്കെ അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ എന്താണ്, ജീവിതത്തെ ഉള്ള സീരിയസ് സൈഡ് മാത്രം, നമ്മൾ പറയില്ല പ്രാരബ്ധ കെട്ടുകൾ അഴിച്ചു വെക്കുകയാണ്. അതാണ് നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ആളുകൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വഴിക്ക് പോകും. ഇനി എന്താണ് ചെയ്യുക, ഇവിടെ ലോൺ ഉണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം. അങ്ങനെയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി സംസാരിക്കുക. നിങ്ങളുടെ ചിലപ്പോൾ കുടുംബത്തിലുള്ള മറ്റുള്ളവരോട്, മക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും വളരെ സീരിയസ് ആയിരിക്കും. അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിൽ പോലും നിങ്ങളൊരു ബോറിംഗ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്ലേഫുൾനെസ്, ആ കളിച്ചിരികളോ തമാശകളോ ഒന്നുമില്ല, എല്ലാം എപ്പോഴും സീരിയസ് ആണ്. അപ്പോൾ ഒരു ഡീപ്പ് തിങ്കർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, അങ്ങനെയുള്ള കൂട്ടത്തിൽ അങ്ങനെയുള്ള സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുക. അല്ലാത്ത ഇടങ്ങളിൽ സീരിയസ് ആയിട്ട് ബലം പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എയറൊക്കെ വിട്ടിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിതം ആസ്വദിക്കുക. നിങ്ങൾ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം കുടുംബത്തോടൊപ്പം എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ ഫാമിലിയിൽ തുടങ്ങുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ലിയോ ആണ് നിങ്ങളുടെ സോഡിയാക് സൈൻ എങ്കിൽ ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 22 വരെയുള്ള സമയത്താണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളതെങ്കിൽ
ലിയോ ആണ് നിങ്ങളുടെ സോഡിയാക് സൈൻ. നിങ്ങൾക്കുള്ള മെസ്സേജ് ഈ ഒരാഴ്ച കാലത്തേക്ക് എന്താണ് നമുക്ക് നോക്കാം. സ്കങ്ക് എനർജിയാണ്. സ്കങ്ക് എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം സ്റ്റബേൺ ആയിരിക്കും നിങ്ങൾ. സ്റ്റബേണിന് എല്ലാത്തിലും വാശിയാണ്, അനാവശ്യ വാശികളാണ്. അപ്പൊ ഈ അനാവശ്യ വാശികൾ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഈ അനാവശ്യ വാശികൾ കൊണ്ടിട്ട് നിങ്ങൾ വേണ്ടിടത്ത് ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഒഴിവാകുന്നുണ്ടാവും ചിലയിടത്ത്. ഇപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വാശിയാണോ ജയിക്കേണ്ടത്, അതോ ജീവിതത്തിന് അതായത് യുക്തിയുക്തമായിട്ടും മെച്ചുറായിട്ട് പക്വതയോടുകൂടി കൂടിയിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഇപ്പോൾ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അത് ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വാശി വിജയിക്കുക എന്നുള്ളതല്ല, മറിച്ച് എന്താണ് സാഹചര്യം, ആ സാഹചര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയോ നിങ്ങളുടെ വാശി തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് മുന്നോട്ടേക്ക് പോയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയാനുള്ള സാഹചര്യമുണ്ട്. അതെങ്ങനെയാണ്, എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്താണോ അതിൽ നിന്ന് വളരെയധികം 10 മടങ്ങ് വ്യത്യസ്തത പോസിറ്റീവായിട്ട് ഒരു ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. പുതിയൊരു പെർസ്പെക്റ്റീവിലെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വളരെ നല്ലൊരു നല്ല ഇന്റൻഷനോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. വാശി മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി വിർഗോ എനർജിയാണ്. ഓഗസ്റ്റ് 23 മുതൽ സെപ്റ്റംബർ 22 വരെയുള്ള സമയത്താണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾ വിർഗോ ആണ്. നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ വരുന്ന ഒരാഴ്ചയിലേക്കുള്ള നിങ്ങളുടെ മെസ്സേജ്. ഓക്കെ, പാന്തർ സ്പിരിറ്റ് ആണ്. പാന്തർ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അടുത്തിടയ്ക്ക് കുറച്ച് വളരെയധികം നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ബി പോസിറ്റീവ്. ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. ജീവിതം എന്ന് പറയുന്ന ഒരു മിസ്റ്ററിയാണ്, ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്ത ഒരു രഹസ്യമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാകണം, അറിയണം എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. നമ്മൾ ടാരോ കാർഡ് റീഡിങ്ങിന് തന്നെ പലപ്പോഴും ചില സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ വളരെ അവ്യക്തമായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള സിറ്റുവേഷൻസ് വരാണ്ട്. റെയർ കേസസിൽ അതിനുള്ള ഉത്തരം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഇന്റൻഷനലി ചില കാര്യങ്ങൾ നമ്മൾ അത് അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ പറയരുതാത്ത ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചില ആളുകൾ പറയണ്ട എന്ന് വെക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്കാണ്. കാരണം നിങ്ങളിപ്പോൾ അത് അറിയേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ എന്ന് വാശി പിടിക്കരുത്. ചില കാര്യങ്ങൾ ചില സമയങ്ങളിലാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനർത്ഥം നിങ്ങൾക്ക് പവർ ഇല്ല അല്ലെങ്കിൽ നിങ്ങളോട് ചില ആളുകൾ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ഇടങ്ങളിൽ നമ്മൾ വീക്കായി പോകുന്നുണ്ട്, നമ്മളുടെ പവർ നഷ്ടപ്പെട്ടു, നമ്മൾ ഒന്നുമല്ല ആരുമല്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ എത്രത്തോളം കൂടുതൽ ചിന്തിക്കുന്നു അത്രത്തോളം നിങ്ങൾ വീക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പവർ തിരിച്ചെടുത്തിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ ഒട്ടും വീക്കായിട്ടുള്ള ഒരു വ്യക്തിയല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിച്ച് അഫർമേഷൻസ് ഒക്കെ ട്രൈ ചെയ്യാട്ടോ നിങ്ങൾക്ക്. കാരണം ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉണ്ട്, അത് നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ്. അത് ട്രൈ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുക. അഫർമേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒത്തിരി മുന്നോട്ടേക്ക് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇന്റലക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഇനിയും ലിബ്ര എനർജിയാണ്. ലിബ്ര സെപ്റ്റംബർ 23 ടു ഒക്ടോബർ 22 ലിബ്ര എനർജി ഈ ഒരാഴ്ചത്തേക്ക് എങ്ങനെയാണ് ഈ ഒരു സമയത്ത് ജനിച്ചവർക്ക് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൈറ്റ് റേവൻ എനർജിയാണ്. റേവൻ സ്പിരിറ്റ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി മാത്രമല്ല, ലാസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ലാസ്റ്റ് എനർജിയാണ് ഇതിൽ. നമ്മൾ നോർമലി ഈ കാർഡിന്റെ പ്രത്യേകതകളും കൂടിയിട്ട് കാർഡിലേക്ക് കൂടുതൽ വരുന്നില്ല എങ്കിൽ കൂടി നോർമലി റേവൻ സ്പിരിറ്റ് ബിഗിനിങ് സ്പിരിറ്റ്സ് ആയിരിക്കും. മജീഷ്യൻ എനർജി ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടത്തെ ഒരു ഇത് സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ ഒരു പ്രപഞ്ചശക്തി പലയിടങ്ങളിൽ നമ്മൾ പറയില്ലേ കൺകെട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പലയിടങ്ങളിൽ നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും വ്യക്തതയോടുകൂടി മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് സ്വയം മുന്നേറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിശ്രമം എന്നുള്ളത് കാണിക്കുന്നു. നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡായിട്ട് നിങ്ങളുടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ നിങ്ങളെ ആ ഒരു പ്രപഞ്ചശക്തി പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ വെളിച്ചത്തിന്റെ പ്രാധാന്യം അറിയണമെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് നിൽക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ വെളിച്ചം മുഴുവൻ കാലം വെളിച്ചത്ത് നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ ചില ആളുകൾ പറയാറുണ്ട് ഒരിക്കലും വിശപ്പിന്റെ വില അറിയാതെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക്
അത് ചിലപ്പോ സങ്കടം തോന്നും ആ വ്യക്തിക്ക്, സഹതാപം. പക്ഷെ പൂർണ്ണമായിട്ടും അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് പറ്റില്ല, കാരണം അത് ആ വ്യക്തി അറിഞ്ഞിട്ടില്ല. അപ്പോ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് പല തീരുമാനങ്ങളും മുന്നോട്ടേക്ക് ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ലൈഫിന്റെ മാജിക് എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ പ്രപഞ്ച ശക്തിയെ മനസ്സിലാക്കിയിട്ട് ജീവിതം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കൊന്നുമില്ല, ആരുമല്ല എന്നൊക്കെ ശപിച്ചുകൊണ്ടിരുന്ന വ്യക്തി നിങ്ങൾ എത്രയും സമ്പന്നമാണ് പല കാര്യങ്ങളിലും എന്ന് മനസ്സിലാക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് സ്കോർപിയോ എനർജിയാണ്. ഒക്ടോബർ 23 മുതൽ നവംബർ 21 വരെയുള്ള സമയത്ത് ജനിച്ചിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾ സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആൻഡ്ലോപ്പ് എനർജിയാണ്. ജീവിതം നിങ്ങളെ മുന്നോട്ടേക്കാണ് നയിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, ജീവിതം മുന്നോട്ടേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു പ്രപഞ്ച ശക്തിക്ക് കീഴടങ്ങിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ചില ബന്ധങ്ങൾ നിങ്ങളെ ഒത്തിരി കുഴപ്പത്തിലായിത്തീയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ടോക്സിക് ആണോ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കൊച്ചു ജെസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നേറാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചുറ്റും, അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു ബന്ധത്തിലായിരിക്കാം, ആ ബന്ധത്തിൽ പ്രണയമോ ഒന്നും ഉണ്ടാവില്ല, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റെഡ് ഫ്ലാഗ് എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന റെഡ് ഫ്ലാഗ് അതിലുണ്ട്, വലിയൊരു റെഡ് ഫ്ലാഗ് ആയിരിക്കാം അത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് വേറെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ലവ് ഈസ് ഓൾ അറൌണ്ട് യു. നിങ്ങൾക്ക് ചുറ്റിനും പ്രണയം, സ്നേഹം ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴും ഈ ഒരു വ്യക്തിയാണ് നിങ്ങളെ സ്നേഹിക്കാനുള്ളൂ എന്നുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കാത്തത് കൊണ്ട് പുറത്ത് ലോകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാകുന്നില്ല. അത് പ്രണയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കംഫർട്ട് സോണിൽ തന്നെയാണ് ഇരിക്കുന്നത്. കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. പുറത്ത് കടന്നാൽ മാത്രമാണ് അത് എന്താണ്, എവിടെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആംബീഷ്യസ് ആവുക എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, ഇതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് സാജിറ്റേറിയസ് സോഡിയാക് സൈൻ. നവംബർ 22 മുതൽ ഡിസംബർ 21 വരെയുള്ള സമയത്താണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് നോക്കാം. ഈ വരുന്ന ഒരാഴ്ചയിൽ സാജിറ്റേറിയസ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു സോഷ്യൽ അനിമൽ ആണ്. അപ്പോൾ സോഷ്യൽ അനിമൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പുറത്തു പോയി പാർട്ടി ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ ഇനി ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഒരു സോഷ്യൽ അനിമൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പോയി ആളുകളോട് സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യണമെന്നുള്ള അതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് കുറച്ച് സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത കാണിക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ മനുഷ്യരോട് കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ആളുകളോട് കോണ്ടാക്ട് ചെയ്യാം. ഇത് ഞാൻ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ഉദ്ദേശത്താണ് പറഞ്ഞത്. ചില ആളുകളിൽ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഇങ്ങനെ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഒത്തിരി സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ വോക്കൽ, അതായത് സംസാരിക്കേണ്ട ആവശ്യമില്ല, ഫിസിക്കലി പ്രസന്റ് ആവേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് പല കാര്യങ്ങളിലൂടെ അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ, നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് ഫ്രസ്ട്രേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഒന്ന് ലൂസൺ അപ്പ് ആവാൻ പറ്റിയ സമയമാണ്. വിട്ടുകളയേണ്ട, ലെറ്റ് ഗോ ചെയ്യേണ്ടുന്ന സമയമാണ്. അപ്പോൾ മുന്നോട്ടേക്ക് പോവുക, മേക്ക് എ മൂവ്, കഴിഞ്ഞ കാലത്തിൽ നിന്ന് പുറത്ത് കടക്കുക. ഫ്രീഡം, നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളുടെ ഫ്രീഡം നിങ്ങൾ മനസ്സിലാക്കുക, ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ ചില ആഗ്രഹങ്ങളെ നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതിന്റെയും ആവശ്യമില്ല, വിട്ടുകളയുക. എല്ലാത്തിനെയും ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി, ഒരു ഗ്രേസ് ഓട് കൂടിയിട്ട് എടുത്ത് കാണുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കാപ്രിക്കോൺ എനർജിയാണ്. കാപ്രിക്കോൺ ഡിസംബർ 22 മുതൽ ജനുവരി 19 വരെയുള്ള സമയത്തെ നിങ്ങളുടെ എനർജി എങ്ങനെയാണ്? അതായത് ഡിസംബർ 22 മുതൽ ജനുവരി 19 വരെയുള്ള ജനിച്ചിട്ടുള്ള വ്യക്തികളുടെ കാപ്രിക്കോണിന്റെ സോഡിയാക് സൈനിന്റെ നിങ്ങൾക്കുള്ള ഈ ഒരാഴ്ചത്തെ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് സ്പിരിറ്റ് ആണ്. ഇപ്പോഴത്തെ സമയം കൊലാബറേഷൻ,
കോപ്പറേഷൻ, അതായത് ടീം വർക്കിന് പറ്റിയ സമയമാണ്. നമ്മൾ ഉറുമ്പുകൾക്ക് അറിയാം, ഉറുമ്പുകൾ എന്ന് പറയുന്നത് അവരുടെ ശരീര ഭാഗത്തിനേക്കാൾ എത്രയോ ഇരട്ടി ഭാരം താങ്ങാനുള്ള ശേഷിയുള്ള ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് ഉറുമ്പാണെന്ന് പറയാം. അതായത് അതിന് അർത്ഥം അത്രത്തോളം ഹാർഡ് വർക്കും അതുവരെ കോർഡിനേഷനാണ്. ഒരാള് മറ്റൊരാളെ തന്നെക്കാൾ വലുതോ ചെറുതോ എന്ന് നോക്കാതെ അതേപോലെ കമ്മ്യൂണിക്കേറ്റ്, അതേപോലെ നല്ല രീതിയിൽ സംവദിച്ചുകൊണ്ട് എല്ലാവരും അവരവരുടേതായിട്ടുള്ള ജോലി ചെയ്യുന്നു. അതിനെ അങ്ങോട്ടേക്ക് സഹായിച്ച് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് അതേപോലെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരെ നല്ല രീതിയിൽ എന്താ പറയാ, മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കുന്ന പോലെ തിരിച്ചും സഹായിക്കാം. പ്രത്യേകിച്ച് സഹായം അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റും എല്ലാവരും ഒരുമിച്ച് നിന്നാലാണ് നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റി മുന്നോട്ടേക്ക് പോകൂ. അതേപോലെ ഈ ലോകമാകുന്ന കമ്മ്യൂണിറ്റി മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള പാർട്ട് നിങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകും. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കും. അത് നമ്മൾ സാമൂഹികമായിട്ട് നമ്മൾ ഈ ഫിസിക്കൽ വേൾഡിലാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് അപ്പോൾ അപ്രീസിയേഷൻ കിട്ടുന്ന അല്ലെങ്കിൽ അപ്പോൾ ആരും നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അതായത് നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നില്ല എന്നുള്ളതിലേക്ക് മാത്രമാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരുപക്ഷെ വാക്കുകളാൽ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള കർമ്മത്തിന്റെ ഫലം നിങ്ങൾക്ക് പിന്നീട് പല വഴികളിലൂടെ പല രീതിയിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കർമ്മഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള മെസ്സേജ്. ഓക്കെ, അപ്പോ ഇതായിരുന്നു സോഡിയാക് സൈൻ മെസ്സേജസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവരുടെയും സോഡിയാക് സൈൻ്റെ മെസ്സേജസ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയാം, ഇനി നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു ഫോർ വാച്ചിങ്.